മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. നമ്മയിലൂടെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം ദൈവവചനത്തിലേക്ക് കടന്നു വരാം. വ്യാഴാഴ്ച വൈകുന്നേരം വരെ നിങ്ങളൊപ്പം ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബാല്യപ്രായത്തിലെ ജീവിതാനുഭവവും ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിലെ അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവവചനത്തിനാണല്ലോ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ദൈവവചനം കേട്ട് ആത്മാവിൽ ബലപ്പെട്ട് കടന്നു പോകുവാൻ ഈ ദിവസം ദൈവം നമുക്ക് എൻ്റെ സ്വന്തം സ്ഥലം തിരുവല്ലായിക്കടുത്ത തലവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫിൻ്റെ വീട് പത്തനാപുരത്താണ്. ഞങ്ങൾക്ക് കുടുംബജീവിതത്തിൽ 2 മക്കളെ ദാനമായി നൽകി തന്നിട്ടുണ്ട്. മൂത്താം മകൻ തമിഴ്നാട്ടിൽ ഫിസിയോതെറാപ്പി കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകനെ +2 തിരുവനന്തപുരത്ത് കവടിയാറ് സാലകൃഷ്ണ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോനെ അവിടെ ഹോസ്റ്റലിലായിരിക്കുന്നു. ഇളയ മോനെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് പോരുന്നത് കൊണ്ട് അവനെ അവിടെ ഹോസ്റ്റലിലാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചുമായിട്ട് അധികം ദൂരമില്ല. എല്ലാ ദിവസവും പാർസനേജ് വന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചായിട്ടാണ് കടന്നു പോകുന്നത്. ഞങ്ങളിപ്പോൾ 16 വർഷമായിട്ട് തിരുവനന്തപുരത്ത് പേരൂർക്കട IPC സഭയിൽ പാസ്റ്റർ KC തോമസ് ശുശ്രൂഷിക്കുന്ന ആ സഭയിൽ കർത്തൃദാസൻ സീനിയർ പാസ്റ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ആ സഭയുടെ സഹ ശുശ്രൂഷകന്മാരിൽ ഒരാളായിട്ട് കുടുംബമായിട്ട് കഴിഞ്ഞ 16 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിപ്പാൻ ദൈവങ്ങൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവരിക്ക മുഖാന്തരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കുടുംബമായിട്ട് ഇങ്ങനെ വരുവാൻ സാധിക്കുമോ എന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്ന കാര്യമല്ല. എങ്കിലെല്ലാം ദൈവത്താൽ സംഭവിച്ചു എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. ചെറുപ്രായത്തിൽ ഭർത്താവ് കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടുവരികയായി തരുന്നത്. എന്നെ മാമോദിസ മുഖ്യതാന്ന് പറയുന്നില്ല, മാമോദിസ വെള്ളം എൻ്റെ തലയിൽ വീണതാണ്. അതിനുശേഷമായിട്ടാണ് ആ കാര്യങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ ശക്തമായൊരു ആത്മീയ ഉണർവൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 40 പേരെ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ആറ്റിൽ ഒരുമിച്ച് 40 പേര് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കൊണ്ടുവരികയായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാണ് പാസ്റ്റർ KC തോമസിന്റെ കുടുംബം. KC ജോൺ ഞങ്ങളെ തൊട്ട് അയൽവാസികളാണ്. അദ്ദേഹത്തിന്റെ തൊട്ട് കിഴക്കേ വീടാണ് ഞങ്ങളുടെ വീട്. സഭാഭവന്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് താമസിക്കുവാൻ ഇടയായിട്ടുള്ളത്. ചെറുപ്രായം തൊട്ട് തന്നെ ഹോളിന്റെ അടുത്തായതുകൊണ്ട് ഏത് ദേവദാസന്മാർ കടന്നു വന്നാലും അവരോട് ചേർന്ന് സഹകരിക്കുകയും അവരോടൊപ്പം വിസിറ്റിങ്ങിന് പോവുകയും അവരോടൊപ്പം പരിശീലനം നടത്തുകയും അവരോടൊപ്പം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം ആ കാലങ്ങളിൽ അവസരം നൽകിക്കൊണ്ടിരുന്നു. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ എനിക്കിടയായി തീർന്നത്. 20ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനും ആത്മസ്നാനം പ്രാപിക്കുവാനും ദൈവമായ കർത്താവ് അവസരങ്ങൾ നൽകി തന്നു. ഞാൻ ചെറുപ്രായത്തിൽ തൊട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്ന ദേവദാസന്മാരൊക്കെ ആര് വന്നാലും തലയിൽ തൊട്ടിട്ട് പറയും, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്, അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം. കർത്തദാസന്മാരോടൊന്നിച്ച് ഞാൻ പലയിടങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നു പോയിട്ടുള്ളത് കൊണ്ട് ദൈവദാസന്മാർ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കാണുവാനും അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അനുഭവിക്കാനിടയായി തീർന്നിട്ടുള്ളതുകൊണ്ട് ഇതിലേക്ക് ഒരിക്കലും ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ എൻ്റെ SSLC വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ 2 പ്രാവശ്യം എഴുതി. എനിക്ക് ഡബിൾ SSLC ഉള്ളത്. 2 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റു. കുറച്ചുകൂടെ ഞാൻ പഠിച്ച മിടുക്കനായി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ദൈവത്തിന്റെ കയ്യിൽ എന്നെ കിട്ടത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് എല്ലാ ഉദ്ദേശമുണ്ടല്ലോ. അതിനുശേഷം ഞാൻ 2 വർഷം IT-യില് ഞാൻ പഠിച്ചു. പഠനം തീരുന്നതിന് മുമ്പ് തന്നെ
ഞങ്ങളുടെ ചർച്ചിലുള്ള ആള് ടെലിഫോൺ എക്സ്ചേഞ്ച് ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ജോലിയും കിട്ടിയില്ല. എൻ്റെ കോഴ്സ് പൂർത്തിരിപ്പാനും എനിക്ക് കഴിഞ്ഞില്ല. അനന്തരമായിട്ട് ഞാൻ 2 വർഷം ഇടത്തുവായി ഒരു സോപ്പ് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു. സോപ്പ് ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി. അതിനുശേഷം അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് 1 വർഷം ആ സോപ്പ് കമ്പനി ഞാൻ നടത്തി. എന്നാൽ ചെറിയ അളവിൽ നടത്തിയത് കൊണ്ട് എനിക്കത് പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി കയ്യിൽ നിന്ന് കാശ് പോകുന്നതിന് മുമ്പേ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം തിരുവല്ലയിൽ മാതാ ഗ്ലാസ് ഹൗസിൽ അവിടെ പോയി 6 മാസം ഗ്ലാസ് കട്ടറായിട്ട് അവിടെ പഠിച്ചു. ജനൽ ഗ്ലാസ്, ഷോക്കേസ് ഗ്ലാസ് അതെല്ലാം കട്ട് ചെയ്യേണ്ട ജോലിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇടത്തോ പഴകരി ഗ്ലാസ് ഹൗസിൽ ഞാൻ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ വിളി എനിക്കുണ്ടാകുവാനിടയായി തീർന്നത്. എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വലിയ ആത്മഭാരം ദൈവം എനിക്ക് നൽകുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ വളരെ ഭാരപ്പെട്ടു. ഞാൻ ഈ കാര്യം എന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൽ അവർക്ക് അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പെന്തക്കോസ് അനുഭവത്തിലാണെങ്കിലും എന്റെ പിതാവിനെ കാലത്ത് ഈ താറാവിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഒരുപാട് താറാവ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം 3-4 വർഷം കൊണ്ട് എല്ലാം ചത്തൊടുങ്ങി. അങ്ങനെ ഒരുപാട് കടഭാരങ്ങളൊക്കെ വന്ന് അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കവും ബുദ്ധിമുട്ടിലുമൊക്കെ അക്കാലത്ത് കടന്നു പോകുന്ന കൊണ്ട് ഇവിടെയായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് അധികം പേർക്ക് അറിയാൻ വയ്യാത്തൊരു ജോലിയാണ് ഈ ഗ്ലാസ് കട്ടർ. അതുകൊണ്ട് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കും. അത് വീട്ടുകാർക്ക് വലിയൊരു സഹായമായിരുന്നത് കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ഹൃദയംഗമായ താല്പര്യം ഉണ്ടായിരുന്നു. എങ്കിലും അതിനെ വീട്ടുകാര് സമ്മതിച്ചില്ല. കാരണം എനിക്ക് മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. മദ്യപാനമോ കള്ളുകുടിയോ വീടിവലിയോ സിനിമ കാണലോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുമുണ്ട്. ഞങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്തായതുകൊണ്ട് ഒരു ദിവസം ഞങ്ങളുടെ മുട്ട ശേഖരിക്കാൻ പോകുന്ന വളവര കൊണ്ടുള്ള വള്ളമാണ്. അതിനകത്ത് ഞാനും ഞങ്ങളുടെ ചർച്ചയിരിക്കുന്ന പാസ്റ്റർ മോനും എന്റെ നേരത്തിന്റെ മോനും എന്റെ ജ്യേഷ്ഠമെല്ലാം കൂടെ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഒരു വീടിയും ഒരു തീപ്പെട്ടിയെ സഞ്ചിക്കാത്ത കയറി. പാസ്റ്റർ പറഞ്ഞു, നമ്മളിതുവരെ വീടിയൊന്നും വലിച്ചിട്ടില്ലല്ലോ. ധൈര്യമായി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ശരി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ മോനെ വീഡിയോ എടുത്തു. അദ്ദേഹം ഒന്ന് വലിച്ചു, എനിക്കും തന്നു. എന്റെ പേരപ്പന്റെ മോനെ, എന്റെ ജ്യേഷ്ഠന്റെ മോനെ, ഞങ്ങളെല്ലാം അങ്ങനെ എന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി, അത് ശീലമാക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഞങ്ങൾ അതോടെ മാറ്റി വെച്ച് പിന്നെ വലിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം സിനിമ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുത്തിരിക്ക സ്കൂളിലെ അധ്യാപി എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. കുട്ടികളെല്ലാം ടിക്കറ്റ് എടുത്ത് ഹോളിനകത്ത് കയറി. ഒടുവിൽ ഞാൻ മാത്രമുണ്ട് ഹോളിന് പുറത്ത്. തോട്ടണി കടകളിലെ വേറെ സാറ് ചോദിച്ചു, എന്തിനാ ഹോളിൽ ഇവിടെ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. സാറ് വാതിൽ തുറന്ന് വന്നു കേൾക്കോളം പറഞ്ഞു. ഇങ്ങനെ സൗജന്യമായിട്ട് ഒരു സിനിമ കണ്ടു. ഇങ്ങനെ സിനിമ തിയേറ്ററിനകത്ത് കയറി ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വിശേഷ ദിവസങ്ങളിൽ ക്രിസ്മസ്, ഈസ്റ്റർ ദിവസങ്ങളൊക്കെ വെള്ളയപ്പവും വട്ടയപ്പവും ഉണ്ടാക്കാൻ വേണ്ടി കള്ളു പിടിക്കാനായിട്ട് വിടും. എഴുന്നത്തൊരു ഷാപ്പുണ്ട്. അവിടെ നിന്ന് 2 കൊടുത്തു കഴിഞ്ഞാൽ മുന്നക്കകത്ത് നിറച്ച് കള്ളു കിട്ടും. അത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന വഴി പകുതി കുടിച്ചിട്ട് ഇത്രയും തന്നെ വെള്ളം ചേർത്ത് ഇട്ടിക്കൊണ്ട് പോകും. അങ്ങനെ പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു ദുശീലമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ വീട്ടിൽ കൊടുക്കും. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാനായിട്ട് എനിക്ക് ദൈവാത്മ പ്രേരണ തന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് വലിയ ആത്മഭാരം എനിക്ക് നൽകി തന്നു. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഞാൻ വെളുപ്പിനെ രാവിലെ എഴുന്നേറ്റ് അന്ന് ഞങ്ങളുടെ ചർച്ചയിരിക്കുന്നത് മേപ്രാലുള്ള ഒരു PV ഐസക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു, മാസ്റ്റർ കുമ്മനാട് വേൾഡ് കോളേജിൽ നിന്ന് കാണുമോ? എനിക്ക് ദൈവനെ പഠിക്കുവാനായിട്ട് ദൈവാത്മാവ് എനിക്ക് പ്രേരണ തന്നിട്ടുണ്ട്. ഞാൻ പോകും. മാസ്റ്റർ പറഞ്ഞപ്പോൾ അവിടെ ഓഫീസ് കാണും. ഞാൻ അവിടെ ചെന്ന് വീട്ടിൽ പോലും പറയാതെ അന്ന് കടയിൽ പോകാതെ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് ഫോം മേടിച്ച് പൂരിപ്പിച്ച് അവിടെ കൊടുത്ത ശേഷം ഞാൻ കടയിൽ കടന്നുപോയി. ഇവിടെ ആ വീട്ടുകാരെ അറിയുന്നത്. അതിനുശേഷം
ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി ഞാൻ ജോലി വിട്ട ശേഷം ചില ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസനെ കാത്തിരിക്കുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് ശക്തമായ ഉൾപ്രേരണ തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകണം. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. ഒരാത്മാവിനെങ്കിലും ദൈവസനെ നേടിയാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയാലും നാം നേടുന്നതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണ്. വീടുണ്ടാക്കിയാലും കാറുണ്ടെങ്കിലും എത്ര ഭാഗ്യമാനുണ്ടെങ്കിലും അതൊന്നും ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഒരു വ്യക്തിയെങ്കിലും ദൈവസനെ കാഴ്ചവെച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ കാഴ്ചപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് നൽകിക്കൊണ്ടിരുന്നു. ഞാൻ എന്റെ ജോലി വേണ്ടെന്ന് വെച്ചു. ഞാൻ ആ കടയിലെ മാനേജരോട് പറഞ്ഞു, കാരണം അദ്ദേഹം ബന്ധുക്കോസുകാരനാണ്. ഞാനും ഈ അനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ആ കടയിൽ മിക്കവാറും വരാറില്ല, എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വിശ്വസ്തനായതുകൊണ്ട് അദ്ദേഹം ആകുന്ന നിർബന്ധിച്ച് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു. ദൈവാത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ ശക്തമായ പ്രേരണ തന്നതുകൊണ്ട് എനിക്ക് അവിടെ പിടിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വീട്ടുകാരെയും ശമ്പളമൊക്കെ നോക്കുമ്പോൾ പിടിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ദൈവാത്മാവ് സമ്മതിച്ചില്ല. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ആ ദിവസം ഞാൻ ദൈവത്തിന് തീരുമാനമെടുത്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എന്റെ ജോലി കാര്യങ്ങളൊക്കെ വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഒരിക്കലും ആരുടെ മുമ്പിലും എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈനീട്ടുവാൻ ഇടവരുത്തരുതേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറയാം, എന്റെ കാര്യങ്ങൾക്കൊന്നും ദൈവം വിട്ടുവരുത്തിയില്ല. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു ഉടുപ്പിട്ടുകൊണ്ടാണ് പോയത്. അതും ചില ദിവസം പോയപ്പോൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഒരാളുടെ വാച്ചിന്റെ സ്റ്റാഫ് കൊണ്ട് ഇവിടെ കീറിപ്പോയി. ഞാൻ ആ ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടാണ് പോയത്. ചില അവസരത്തിൽ വെള്ളിയാഴ്ച അവധി കിട്ടും, വെള്ളിയാഴ്ച വീട്ടിൽ പോകാം, തിരിച്ച് തിങ്കളാഴ്ച എന്നാൽ മതി. തിങ്കളാഴ്ച പോകാൻ വണ്ടിക്കൂലി കാണത്തില്ല. ഞായറാഴ്ച ആകുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വലിയ ഭാരമാണ്. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ ആരിലൂടെ എങ്കിലും ദൈവം നമ്മെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 3 വർഷം കുമ്മനാട് ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി. 2 വർഷം കഴിഞ്ഞപ്പോൾ 2-6 മാസത്തോളം ഫസ്റ്റ് CV ജോൺ സെൻട്രൽ, വെല്ലപ്പള്ളി വെസ്റ്റ് സെൻട്രൽ, ആ ദൈവദാസന്റെ സെൻട്രൽ തിരുവല്ല ചാജോടി എന്ന് പറയുന്ന സ്ഥലം, പടിഞ്ഞാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചില മാസങ്ങൾ അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവയാക്കി. CSIക്കാരായ ആളുകൾ, പ്രഥമക്കാരായ ആളുകളൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നതിന് ശേഷമാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷം തിരുവനന്തപുരത്ത് അവിടെ സമാജാചാരങ്ങളുടെ ബന്ധത്തിൽ കടന്നു പോകുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. മാത്രം ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഞാൻ ആ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചു. സ്തോത്രം. എന്നേക്കാൾ ഉന്നതന്മാരും ഡിഗ്രി ഉള്ളവരും ശ്രേഷ്ഠന്മാരൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പഠിച്ചിറങ്ങിയ ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ബെസ്റ്റ് സ്റ്റുഡൻസ് ഉള്ള അവാർഡ് കിട്ടിയത് എനിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവദാസനെ വിളിച്ചു, ഇങ്ങനെ പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പോരാനൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല. ചോദിച്ചു പറഞ്ഞാൽ പോയിട്ടില്ല. എന്നെ ബസ്സൊക്കെ കയറ്റി വിടും, കൊണ്ടുവരുന്ന ആരെങ്കിലും കാണുമെങ്കിൽ കയറി പോകും. അങ്ങനെ ഇതുവരെ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചുവെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. നമ്മുടെ ദൈവം വലിയവനായ ദൈവം. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ, മുമ്പോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും വിശ്വാസത്തോടെ കാല് വെച്ചാൽ ദൈവമക്കളെ ഞാൻ പറയാം, നമ്മുടെ വിശ്വാസത്തെ കാഴ്ചയുടെ നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളിൽ പ്രേരണ ദൈവം തന്നിട്ടുണ്ടോ? മുമ്പോട്ട് കാല് വെക്ക്. ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരി. ദൈവത്തിനോട് സംസാരിക്കും. ദൈവത്തിനോട് നിശ്ചയമായി ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഈ പുസ്തകം എടുത്തുകൊണ്ട് ആരെല്ലാം ഇറങ്ങി തിരിച്ചോ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഞാൻ UK കടന്നു വരുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എന്റെ മാതാവ് വിളിച്ചു. ബ്രസ്റ്റിന്റെ സൈഡിൽ മഴ പോലും വന്നിട്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസർ രോഗമാണെന്ന് മനസ്സിലായി. എന്റെ ഹൃദയത്തിൽ വളരെ ഭാരമായി. ഞാൻ ഈ കൊച്ചുമോൻ പാസ്റ്ററുടെ സഭയിലൊക്കെ പറഞ്ഞു, വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പോയ സഭകളിലൊക്കെ പറഞ്ഞു. ഹോസ്പിറ്റലുള്ള ബിജുസൻ പാസ്റ്റർ ആ സഭയിലെ ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ശുശ്രൂഷിക്കുന്ന പേരുകട തിരുവനന്തപുരം സഭയിലാണല്ലോ. അവിടെ 21 ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ സഭയുടെ ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. പല ചെക്കപ്പൊക്കെ നടത്തി ഓപ്പറേഷന് വിധേയപ്പെട്ട് 2 ദിവസം അവിടെ പോയി കിടന്നു. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു.
ചില ചെക്കപ്പോട് നടത്താറുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ തലമുടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പേരുക്കട പാഴ്സനേജിൽ എൻ്റെ അമ്മയുടെ അനിയത്തി വടശ്ശേരിക്കരയുണ്ട് കൂട്ടിന് വന്നു. എൻ്റെ ഇളയ പങ്കൽ രാജസ്ഥാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ തിരുവനന്തപുരത്ത് നടന്നു വന്നു. സ്തോത്രം. ഞാൻ പറയാ, അടുത്ത ചെക്കപ്പിന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ മറുപടി സ്തോത്രം. എൻ്റെ വൈഫ്, ഞാൻ സൗത്ത് ഹോളിൽ സജി മാത്യു പാസ്റ്ററുടെ ചർച്ചിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിൽ വരുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് യാതൊരു അസുഖമില്ല, ഒരു മരുന്ന് കഴിക്കണ്ട, പൂർണ്ണ സൗഖ്യം കൊടുത്തു. എന്റെ ഇളയ സിസ്റ്റർ രാജസ്ഥാനിലേക്ക് തിരിച്ചുപോയി. അമ്മയുടെ അനിയത്തിന്റെ വീട്ടിൽ അമ്മ ഇപ്പോൾ വിശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചു, സൗഖ്യമായിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. സ്തോത്രം. നമ്മെ പിന്നെയും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നെങ്കിൽ നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയില്ല. ആ ദൈവസേനയെ കടന്നു വരികയില്ല. എപ്പോൾ മീറ്റിംഗ് വെച്ചാലും, എപ്പോൾ പ്രാർത്ഥന വെച്ചാലും, എപ്പോൾ യോഗം വെച്ചാലും ദൈവം ഉത്സാഹത്തോടെ കടന്നു വരുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ദൈവസേനയെ ചെല്ലുമ്പോൾ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കുന്നതുകൊണ്ട്, വിഷയത്തിന് ദൈവത്തോട്ട് നോക്കുന്നതുകൊണ്ട്. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഞാൻ പറയാം, ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തി ഈ സഭയിലൂടെ ദൈവം നടത്തിയെടുക്കുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്നിലൂടെ, എന്റെ കുടുംബത്തിലൂടെ ചില ദൈവപ്രവൃത്തി ഈ ദിവസം ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടുവരികയാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ദൈവസഭയിൽ വന്നിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹം കിട്ടത്തില്ല. സ്തോത്രം. ദൈവസഭയിൽ പാടിയത് കൊണ്ട് പ്രാർത്ഥിച്ചത് നമുക്ക് മറുപടി കിട്ടണമെന്നില്ല. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നമ്മുടെ കർത്താവിനായി. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കാത്ത ഒറ്റ പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കത്തില്ല. സ്തോത്രം. നമുക്ക് അതരം കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. സ്തോത്രം. ദൈവത്തിൽ വായിക്കുന്നു, ഈ ജനം അടുത്തു വന്ന് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അവിടെ ഹൃദയം എന്നെ വിട്ട് വളരെ ഉണർന്നിരിക്കുന്നു, ദൂരത്തായിരിക്കുന്നു. സ്തോത്രം. വിടിരിക്കുന്നെങ്കിലും സ്തോത്ര ഹൃദയം ദൂരത്താണെങ്കിൽ ദൈവത്തിൽ ഒന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവസഭയെ കടന്നു വരുമ്പോൾ ഹൃദയംഗമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടുന്ന പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുത്തെ ചലിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്. ദൈവസല്ലായിരിക്കുകയാണല്ലോ. 13 ദിവസമായി ദൈവമക്കൾ ദൈവസേന ഇരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു, എന്നേക്കാൾ അകത്തെ മനുഷ്യന് വരെ നിങ്ങളുടേതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ ഇങ്ങനെ പോയി ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ തുടർച്ചയായിട്ട് 13 ദിവസം ഇരിക്കുക. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നു. ഞാൻ പറയാം, നിങ്ങളുടെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ വചനം ഏറ്റവും വലിയ ദൂത്. ചില ആൾ വിശ്വസിക്കുന്നത്, സ്തോത്രം, ഇത് പ്രസംഗിച്ചൊന്നും എന്നോടായിരുന്നില്ല, ആയിരുന്നെങ്കിൽ എന്റെ തലയിൽ തൊട്ടേനെ. ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തിയാവുന്നു. സ്തോത്രം. ദൈവവചനം അത് തുറന്ന ഹൃദയത്തോടെ ദൈവമക്കൾ ഏറ്റെടുത്താൽ ആ വചനത്തിൽ കൂടെ ഒരു വിടുതൽ നമുക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിടുവിച്ചു. ഏതെല്ലാം വിഷയത്തിന് വിടുതൽ പ്രതീക്ഷിച്ചാണോ നാം ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്നത്, സ്തോത്രം, ആ വിഷയത്തിന് മുഖത്ത് വചനം ചെല്ലുമ്പോൾ വിടുതൽ സംഭവിച്ചു. ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് കഴിയും. പ്രവചനമോ, പ്രവചനത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ശോധന ചെയ്ത് നല്ലത് എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഏതാ? പ്രവചനം. വചനം എന്ത് ചെയ്യണ്ട? വചന ശോധന ചെയ്യാനൊന്നുമില്ല. വചന ശുദ്ധി ചെയ്തതാ, ശോധന ചെയ്തതാ. സ്തോത്രം. 7 പ്രാവശ്യം ഉലയിൽ ശുദ്ധി ചെയ്ത
വെള്ളി പോലെന്ന ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. ദൈവവചനത്തെ ശോധന ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആ വചനത്തിലുള്ള വിടുതല് നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ നടന്നിരിക്കും. പ്രവചനം മനുഷ്യന്റെ വായിന്ന് വരുന്നത് കൊണ്ട് പ്രവചനത്തിന് തെറ്റ് സംഭവിക്കാം. അത് ശോധന ചെയ്ത് എന്ത് ചെയ്യാവൂ, എടുക്കാവൂ. എല്ലാം വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഞാൻ പ്രവചനം പറഞ്ഞാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, വിശ്വസിക്കാൻ ഒക്കത്തില്ല, എടുക്കാൻ ഒക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ നല്ലൊരു ആഹാരം അവിയലും കൊണ്ട് കിട്ടുമ്പോൾ എല്ലാം കൂടെ കടിച്ചു വരെ തിന്നു ഇല്ല. സ്തോത്രം. അതിനകത്ത് മുരിക്കോല് കാണും. അതിൻ്റെ അകത്ത് അകത്തെ സാധനം എടുത്തിട്ട് മാറ്റി എന്ത് ചെയ്യും, മാറ്റി നല്ല നോക്കി എന്ത് ചെയ്തു. പ്രവചനം അതുപോലെ ആകാവൂ. കാരണം മനുഷ്യൻ പറയുന്നത് കൊണ്ട് അതിനെന്ത് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. നമുക്കറിയാം പ്രവചനവും വചനവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സ്തോത്രം. ഇതുവരെ കേട്ട പ്രവചനം തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇന്നും പ്രവചനമുണ്ട്, പ്രവാചകന്മാരുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവമക്കൾ അതിന്റെ ഘനത മനസ്സിലാക്കണം. നമുക്കറിയാം ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോനയ്ക്ക് ദൈവം ഒരു പ്രവചന ശബ്ദം കൊടുത്തു. നീ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായിട്ട് എന്ത് ചെയ്യണം. ഇനി ചില ദിവസം കഴിയുമ്പോൾ നിലവേ പട്ടണം നശിക്കാൻ പോവുക, ഉന്മൂലനാശമാകാൻ പോവുക. ഈ സന്ദേശം നീ എവിടെ ചെന്ന് പ്രസംഗിക്കണം. ദൈവത്തിന്റെ ദാസനായ യോന എന്ത് ചെയ്തു, നിലവിലേക്ക് പോകാൻ തർശീസിലേക്ക് പോയി. എന്നാൽ ദൈവം ഒടുവിൽ അവനെ എവിടെ കൊണ്ടെത്തിച്ചു, നിലവിൽ കൊണ്ടെത്തിച്ചു. സ്തോത്രം. യോന ആ തലമുറയ്ക്കെല്ലാം എന്തായിരുന്നു, ഒരു അടയാളമായി. യോന പ്രസംഗിക്കേണ്ട ആളിനെ കാണുമ്പോൾ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യും, മാനസാന്തരപ്പെടും. കാരണം ആള് പുറത്തു വന്നത് ആ നിലയിലാണ്. നോക്കി, ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ സ്തോത്രം, ആളിനെ കാണുമ്പോൾ എന്ത് ചെയ്യുക, ആളെ രക്ഷിക്കപ്പെടും. ചോദിക്കുക എന്താ പറ്റിയതാ. നോക്കിയ ദൈവത്തോട് അനുസരണക്കാട് കാണിച്ചതിന്റെ ശിക്ഷ അവന് കിട്ടിയത്. ആ തലമുറയ്ക്ക് യോന എന്തായിരുന്നു, അടയാളമായിരുന്നു. യോന എന്ത് ചെയ്തു, ദേശം പ്രസംഗിച്ചു. ഇനി ചില ദിവസം കഴിയുമ്പോൾ നിലവേ നശിക്കപ്പെടാൻ പോവുകയാണ്. യോന ദൂത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാന്നറിയാമോ, ആ പ്രവചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുക. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ പറഞ്ഞ പ്രവചനം എന്ത് ചെയ്യണം, അതുപോലെ നടക്കണം. അതുപോലെ നടന്നെങ്കിൽ മാത്രമേ അടുത്ത സ്ഥലത്ത് എനിക്ക് ശുശ്രൂഷ കിട്ടത്തുള്ളൂ. വേറെ ചിന്തയില്ല. എന്താ, ഞാനൊരു തോത് പറഞ്ഞാൽ, ഞാനൊരു പ്രവചനം പറഞ്ഞാൽ, ഞാനൊരു ആലോചന പറഞ്ഞാൽ അത് അതുപോലെ എന്ത് ചെയ്യണം, നടക്കണം. ആ പ്രവാചകന്റെ ഹൃദയത്തിലെ ചിന്ത നോക്കി അതുപോലെ നടക്കണം. സ്തോത്രം. യോന നോക്കിയിരിക്കുക. പക്ഷേ 3 ദിവസം ഈ സന്ദേശം കേട്ട സ്തോത്രം, രാജാവ് മുതൽ കുടിലിൽ കിടക്കുന്നവരെ, മൃഗങ്ങൾ പോലും വെള്ളം കുടിക്കാതെ ഉപവസിക്കുവാൻ തുടങ്ങി, നിലവിളിക്കുവാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? ദൈവം പറയാണ്, അവർ മാനസാന്തരപ്പെട്ടു എന്ന് അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ് അനർത്ഥം ദൈവം വരുത്തിയില്ല. ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു, മടങ്ങി വന്നു, യഥാസ്ഥാനപ്പെട്ടു. പക്ഷെ യോനായോ, പ്രവചനം പറഞ്ഞ യോനായോ, അവന്റെ മുഖത്ത് നോക്കി ഒരു സന്തോഷവും ഇല്ല. സ്തോത്രം. ആക്സിഡന്റ് നടക്കുമെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യണം, എന്റെ ദൈവമേ ഞാൻ പറഞ്ഞതുപോലെ നടക്കണമേ. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിലയുണ്ട് എന്ന് പറഞ്ഞാലോ അത് അതുപോലെ നടക്കണമേ. ശരിയാണില്ലേ? ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ മുടവപ്പാറ ഇരുന്നപ്പോൾ ഇടയിച്ചാൽ കൊടുത്ത സ്ഥലത്ത് ഒരു സഹോദരന്റെ ജോലി നഷ്ടപ്പെട്ടു. ഉടനെ 2-3 പ്രവാചകന്മാർ വന്ന് പറഞ്ഞു, പെട്ടെന്ന് കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു പോകരുത്, ഇറങ്ങി പോകണ്ടെന്ന് പറഞ്ഞു. എവിടെയും ജോലി അന്വേഷിക്കുന്നത്, ജോലി കിട്ടും. ഇല്ല, ദിവസം പ്രാർത്ഥനയില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ ധാരണ, അതിനുള്ള വ്യക്തമായ നിർദ്ദേശം, അതിനുള്ള അന്തർദാഹം, അതിനുള്ള വെളിപ്പാട് ദർശനം ദൈവം നൽകി തരും. വ്യക്തമായ നിയോഗമില്ലാതെ കർത്താവിന്റെ വേലയ്ക്കാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാതെ വരും. വേലയ്ക്ക് വലിയ സമർപ്പണം ഇല്ലാതെ ഇറങ്ങി തിരിച്ചാൽ വലിയ ദോഷികം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നോക്ക എവിടെ ജോലിക്ക് നോക്ക. പറഞ്ഞാൽ പറഞ്ഞ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ് വേലയ്ക്കുള്ള വിളിയ. അതുകൊണ്ടാണ് ജോലി അങ്ങനെ പോയത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ജോലി പോയത് കൊണ്ട് വേലയ്ക്കുള്ള വിളിയായിട്ട് കാണുന്നു, പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറയാം, അദ്ദേഹം തിരുവനന്തപുരത്ത് മുത്തൂറ്റ് ബാങ്കിൽ ഇന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞൊരു താല്പര്യം, കർത്താവിന്റെ വേലയ്ക്ക് വിളിയില്ലാത്ത ഒരാൾ വിളി ഉണ്ടെന്ന് വേറൊരാൾ വന്ന് പറഞ്ഞ് ഇറക്കി തിരിച്ചാൽ ഒടുവിൽ അതുമില്ല ഇതുമില്ല.
ദൈവസേന ഹൃദയത്തിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം ദൈവം എന്നെ വിളിച്ചു, ഞാൻ കർത്താവിന്റെ വേലയ്ക്കുള്ളവനാ, ദൈവം എനിക്ക് അനുഭവിക്കുന്ന നിർദ്ദേശം തന്നിട്ടുണ്ട്, ആലോചന തന്നിട്ടുണ്ട്, ഒരു ജോലി സ്തോത്രം പോയതുകൊണ്ട് അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയാണെന്നുള്ള ധാരണ ചാടി ഇറങ്ങിയാൽ സ്തോത്രം ഒടുവിൽ അതുമില്ല ഇതുമില്ലാതായി മാറും. സ്തോത്രം. യോന എന്താ ചെയ്യുന്നത്? യോന നോക്കിയിരിക്കുക. എന്തിനാ നോക്കിയിരിക്കുന്നത്? ജനത്തിന് നാശം കാണുവാൻ വേണ്ടി. മാനസാന്തരപ്പെട്ടു, എല്ലാവരും മടങ്ങി വന്നു. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? പ്രവചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, പ്രവചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ജനത്തിന്റെ രൂപാന്തരമാണ്, ജനത്തിന്റെ മാനസാന്തരമാണ്. ദൈവോധന കേൾവിയാണെങ്കിലും പ്രവചനമാണെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ രൂപാന്തരം, നമ്മുടെ മാനസാന്തരം, നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ക്രമീകരണം വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കൊള്ളുപടിയായിത്തീരും. ദൈവം നമ്മോട് ഇടപെടുവാൻ കൊള്ളുപടിയായിത്തീരും. ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ കൊള്ളുപടിയായിത്തീരും. പ്രാർത്ഥനയില് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ക്രമീകരണം നാം വരുത്തി കഴിഞ്ഞാൽ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കൊള്ളുപടിയായിത്തീരും. ദൈവപ്രവൃത്തി തടസ്സമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായി വെടിഞ്ഞ് ദൈവസ്ഥ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ വിടുതൽ നമുക്ക് കാണുവാൻ കൊള്ളുപടിയായിത്തീരും. ദൈവം ജനത്തെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം ദൈവം എന്ത് ചെയ്തു? നടന്നു. ദൈവം ആഗ്രഹിച്ച കാര്യം നടന്നു. ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. പക്ഷെ യോന എന്ത് ചെയ്യുക? യോന ദൈവത്തോടൊക്കെ പിണങ്ങി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞതാ, എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് എന്ത് ചെയ്തതാ? സ്തോത്രം. നമുക്കറിയാം, യോനയ്ക്ക് വേണ്ടി ദൈവം രാവണക്കൊക്കെ അവിടെ കൽപ്പിച്ചുണ്ടാക്കി. സ്തോത്രം. ഒരു രാത്രി ഒരു മുഴുവനാഴ്ച മുഴുവൻ എന്ത് ചെയ്തു? അതിനെ കൊത്തിക്കളഞ്ഞു. ആവണക്ക് നിമിത്തം യോന ദൈവത്തോട് കോപിച്ചെന്ന. ദൈവം ചോദിക്കുന്ന, നീ എന്തിനാ ആവണക്ക് നിമിത്തം കോപിക്കുന്നത്? നീ കൽപ്പിച്ചുണ്ടാകാത്ത ആവണക്ക് ഒരു ദിവസം വന്ന് ഒരു മുഴുവൻ വെച്ച് കുത്തിക്കൾ, നീ എന്തിനാ കോപിക്കുന്നത്? നീ അതിനെ കുറിച്ച് കോപിക്കുന്നെങ്കിൽ 1,20,000 ചില്ലുവാനും ജനങ്ങൾ എന്റെ വകയാണ്, അവരെ നശിച്ചു പോകുന്നില്ല, എനിക്കല്ല അയ്യൂഭാവം തോന്നേണ്ടത്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ദൈവമക്കളെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ആരാധന കേൾക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ചാൽ, അന്നത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിൽ കൂടെ നമുക്ക് വിടുതൽ അനുഭവിക്കാൻ ദൈവമക്കൾ ദൈവസേന കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം വേണ്ടുവോടെ ഭക്ഷിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് എന്താ? ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ ദൈവമക്കൾ നിലനിൽക്കണം. വചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഏത് പ്രതികൂലങ്ങളിലും ഏത് പ്രതിസന്ധികളിലും കടന്നു പോകാതിരിക്കണമെങ്കിൽ, വീട് പോകാതിരിക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയില് ദൈവർക്ക് എന്ത് കൊടുത്തെന്നറിയാമോ? ദൈവർക്ക് മന്ന കൊടുത്തു. മന്ന മാത്രമാണ് കൊടുത്തത് അല്ല, തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തു. സ്തോത്രം. മന്ന ഭക്ഷിച്ചു, തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളം അവരെ കുടിച്ചു. അവര് ശക്തന്മാരെ മുന്നോട്ട് വന്ന കൊണ്ടുവിടെയായി തീർന്നു. ദൈവത്തിന്റെ ദാസനായ ഏലിയാവിന് ചൂരച്ചുടൽ കിടക്കുമ്പോൾ ദൈവം എന്താ കൊടുത്തത്? കടൽമേൽ ചുട്ട കട കൊടുത്തു. കട മാത്രമാണോ? പിന്നെന്താ കൊടുത്തത്? തുരുത്തിയിൽ വെള്ളം കൂടെ കൊടുത്തു. ചിലർ കട മാത്രം മതി. സ്തോത്രം. പോരാ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ദൈവം ഭക്ഷിക്കണം, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യണം. ക്രൈസ്തലോ, ഈ ദിവസം ആത്മനദിയിൽ നിന്ന് ദൈവമക്കൾ വേണ്ടോളം പാനം ചെയ്യണം. സംഗീതക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആനന്ദ നദി നീ എന്നെ കുടിപ്പിക്കുന്നു. സ്തോത്രം. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഏത് നദിയാ? പിന്നെന്തിനാ വിഷാദിച്ചിരിക്കുന്നത്? സ്തോത്രം. ആനന്ദം കുടിക്കുന്ന ദൈവമക്കളുടെ മുഖം കാണുമ്പോഴറിയാം, സന്തോഷം കാണുമ്പോഴറിയാം. ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ആത്മനദിയിൽ നിന്ന് കുടിച്ച് ശക്തരായി മുന്നോട്ട് വന്ന കൊണ്ടുപടിയാക്കി. ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഒരാടിന് പച്ചയായ പുൽപ്പുറം മാത്രം മതിയോ? പോരാ. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങൾ മേയിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിൽ കുടിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അകത്തെ മനുഷ്യൻ ഓരോ ദിവസവും എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. ഏത് പ്രതികൂലങ്ങൾ, ഏത് പോരാട്ടങ്ങൾ, ഏത് പൈശാചിക ശക്തികളെ ജയിക്കുവാൻ അകത്തെ മനുഷ്യന് ബലം ആവശ്യമാണ്. ഈ അകത്തെ മനുഷ്യന്റെ ബലം കുറയുമ്പോഴാണ്
നമ്മൾ തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്, അത് വാടിപ്പോകുന്നത് സ്തോത്ര ദിവസങ്ങളിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയായിത്തീരണം. അപ്പോൾ തന്നെ വിശുദ്ധിയിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുക. നമുക്കറിയാം ദൈവസഭയ്ക്ക് വചനത്തിൽ അനേക ഉപമാനങ്ങൾ കൊടുത്തിരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപമാനം ഓർപ്പിക്കാം. ദൈവസഭയെ ഉപയോഗിച്ചിരിക്കുന്നത് ആട്ടിൻകൂട്ടത്തോട്. ആട്ടിൻകൂട്ടം, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. സ്തോത്രം. ആടിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം. എവിടെ അശുദ്ധി കണ്ടാലും അവിടെ അത് ഇരിക്കത്തില്ല, അതവിടെ നിൽക്കത്തില്ല. സ്തോത്രം. ഒരു പന്നിയെ നോക്കിക്കേ, ഒരു പന്നി എത്ര കുളിപ്പിച്ചു വിട്ടാലും പിന്നെ ചെളിക്കാത്ത കിടന്ന് ഉള്ളുന്ന എന്താ, അതിനൊരു നല്ല സന്തോഷമാണ്. അതിനെ എത്ര വൃത്തിയാക്കി വിട്ടാലും പിന്നെ എന്ത് ചെയ്യും? ഈ ചെളിക്കാത്ത കിടന്ന് ഉള്ളും. ദൈവസഭ എന്ന് പറയുന്നത് പന്നിക്കൂട്ടമല്ല, ദൈവസഭ ആട്ടിൻകൂട്ടമാണ്. ദൈവത്തിന്റെ ആടുകളാണ്, അവരുടെ കൈക്കറി ആടുകളാണ്, ദൈവത്തിന്റെ ആടുകളാണ്. അവരുടെ കൈക്കീഴിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധിയോട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമയെ കുറിച്ച് ആഗ്രഹിക്കുക. പക്ഷിയുടെ കൂട്ടത്തിൽ ദൈവസഭയെ ഉപയോഗിച്ചിരിക്കുന്ന ഏതിനോടെന്ന് അറിയാമോ? പ്രാവിനോട്. പ്രാവിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം. പ്രാവിനെ നോക്കി, പ്രാവിന്റെ ചുണ്ട് നോക്കിയാൽ, പ്രാവിന്റെ കാല് നോക്കിയാൽ നല്ല പിയേഴ്സൊപ്പിട്ട് കഴി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും എപ്പോഴും. ഒരു കാക്കയെ നോക്കി, കാക്കയുടെ ചുണ്ടും കാക്കയുടെ കാലും നോക്കി, എപ്പോ നോക്കിയാലും അതിന്റെ കാലിലും ചുണ്ടിന് അശുദ്ധി കാണും. എവിടെ അശുദ്ധി കണ്ടാലും അശുദ്ധിക്കകത്തൊന്ന് പറന്നിറങ്ങിയിരിക്കുന്നത് കാക്കയ്ക്ക് എന്താ? കാക്കയ്ക്ക് വലിയ ഇഷ്ടമാണ്. സ്തോത്രം. ദൈവസഭ എന്ന് പറയുന്നത് പ്രാക്കളാണ്. ദൈവമക്കളെ, നാം വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ദൈവസഭ ഉപയോഗിച്ചിരിക്കുന്ന ഏതിനോടാന്നറിയാമോ? ഏതിനോടാ? സ്തോത്രം. ചന്ദനവൃക്ഷത്തോട്. ജലാന്തിയെ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷം. ചന്ദനവൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്കറിയാം, ആരെത്ര അടിച്ചാലും വെട്ടിയാലും ചതച്ചാലും അല്പം പോലും ദുർഗന്ധം അതിന് പുറപ്പെടുകയില്ല. അടിക്കും തോറും വെട്ടും തോറും ഉപദ്രവിക്കും തോറും സൗരഭ്യം മാത്രമേ പുറപ്പെടുകയുള്ളൂ. ലോകത്തിലാക്കിയിരിക്കുന്നത് സ്തോത്രം ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുവാൻ വേണ്ടിയാണ്. അവിടെല്ലാം രക്ഷിക്കപ്പെടുന്നവരിടയിലോ നശിക്കുന്നവരിടയിലോ നാം ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ സൗരഭ്യം നാം പരത്തുമ്പോഴാണ് ആത്മാക്കൾ കൂട്ടം കൂട്ടമായിട്ട് ദൈവത്തിലേക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം ഓർപ്പിച്ച് ഞാൻ ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ആധാരമായിട്ട് വേദഭാഗം നമുക്ക് വായിക്കാം. 125 സംഘത്തിൽ 125 സംഘത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവർക്കുള്ള പ്രത്യേകത സംഗീതക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെന്ത് ചെയ്യില്ല, അവര് കുലുങ്ങിപ്പോകത്തില്ല. അവരെ കുലുക്കുവാൻ ഏതെല്ലാം ശക്തികൾ വന്നാലും ഏതെല്ലാം വ്യക്തികൾ വന്നാലും അവർ കുലുങ്ങിപ്പോകയില്ല. എന്തുകൊണ്ട്? അവരാശ്രയം വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യനിലല്ല, ലോകത്തിലെ ഒരു പ്രഭുവിലല്ല, ലോകത്തിലെ ഉന്നതന്മാരിലല്ല. നാം ആശ്രയം വെച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ കുലുക്കുവാൻ, അവനെ തകർക്കുവാൻ, അവനെ വീഴിക്കുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ ലോകത്തിന് ഒരു എതിർ ശക്തിക്കും കഴിയുകയില്ല. ഉറപ്പോടെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനിലല്ല. ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ലോകത്തിലെ ഒരു നേതാവിലല്ല, ലോകത്തിലെ ഒരു ഉന്നതനല്ല. ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്, ഉന്നതനായ ദൈവത്തിലാണ്, സർവ്വവാദിയായ ദൈവത്തിലാണ്, നിത്യനായ ദൈവത്തിലാണ്, സകലത്തിന്റെ സ്വന്തമായ ദൈവത്തിലാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതനെ കുലുക്കുവാൻ, അവനെ
യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യില്ല, കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന പോലെയാകുന്നു. ദാവീദിന്റെ അനുഭവം നോക്കി, ദാവീദിന്റെ അനുഭവം നോക്കുകയാണെങ്കിൽ തന്നെ കുലുക്കത്തക്ക നിലയിൽ, തന്നെ തകർക്കത്തക്ക നിലയിൽ, തന്നെ വീഴിക്കത്തക്ക നിലയിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നു, ഏതെല്ലാം പോരാട്ടങ്ങൾ കടന്നു വന്നു. എന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ ദൈവത്തെ മുറുകെ പിടിച്ചത് കൊണ്ട്, അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവൻ തകർന്നു പോകുവാൻ ദൈവം സമ്മതിച്ചു. ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ, നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ? ദൈവത്തിലാണോ? സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എന്ത് ചെയ്യാൻ നോക്കുന്നത്? എന്ത് ചെയ്യാൻ നോക്കുന്നത്? കുലുക്കാൻ നോക്കുന്നത്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കാത്തവനെ അവനൊരു പോരാട്ടവും ഇല്ല, അവനൊരു പ്രശ്നവും ഇല്ല, അവനൊരു പ്രതികൂലവും ഇല്ല. സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് പിശാച് എന്ത് ചെയ്യുന്നത്? സ്തോത്രം. കുലുക്കാൻ നോക്കുന്നത്, തകർക്കാൻ നോക്കുന്നത്. നമ്മുടെ കുടുംബത്തിനെതിരായി, നമ്മുടെ തലമുറയ്ക്കെതിരായി, നമ്മുടെ നന്മകൾക്കെതിരായി, സ്തോത്രം, നമ്മുടെ ജോലിക്കെതിരായി, സ്തോത്രം, പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? കുലുക്കത്തക്ക സാഹചര്യങ്ങൾ കൊണ്ടുവരും. പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടുന്ന് ആരാധിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, കുലുക്കത്തക്ക സാഹചര്യങ്ങളുടെ പിശാച് നമ്മെ കടത്തിവിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കളെ, നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മുറുകെ പിടിക്കുക. കുലുക്കുവാൻ വരുന്ന ഏതെല്ലാം സാഹചര്യം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ തകർക്കുവാൻ, നിന്നെ കുലുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയുന്നില്ല. ദൈവത്തോടെ വിളിച്ചു പോകാൻ കഴിയണോ? ഞാൻ ആശ്രയിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ്. 57-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദാവീദിന്റെ 57-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം മുതൽ വായിച്ചാൽ, 57-ാം സങ്കീർത്തനം 3-ാം വാക്യം മുതൽ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ, ദാവീദ് പറയുകയാണ്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയ ഭക്തനെ കുലുക്കുവാൻ വേണ്ടി, അവനെ തകർക്കുവാൻ വേണ്ടി, അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അനേക പ്രതികൂലങ്ങൾ, എതിർ ശക്തികൾ എഴുന്നേറ്റതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ഇപ്പോൾ എന്ത് കാണിക്കുക? ധിക്കാരം കാണിക്കുക. സ്തോത്രം. ഒരു പാമ്പ് ഇരയെ വിഴുങ്ങുവാൻ വേണ്ടി വാവിളിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിച്ചുറച്ചിരിക്കുന്ന ഒരു ഭക്തനെ വിഴുങ്ങുവാൻ മറ്റുള്ള ആളുകൾ ധിക്കാരം കാട്ടുക. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനോടെ ഉള്ളൂ എന്ത്? ഈ ധിക്കാരവും പോരാട്ടവും എല്ലാം. സ്തോത്രം. മറ്റുള്ളവർ നമ്മെ വിഴുങ്ങുവാൻ ധിക്കാരം കാട്ടുമ്പോൾ ദൈവത്തോടെ ആശ്രയം വിട്ടുകളയരുത്. ദൈവത്തോട് ഭക്തി വിട്ടുകളയരുത്, ദൈവത്തോട് കൂട്ടായ്മ വിട്ടുകളയരുത്, ദൈവത്തോടെ ആശ്രയം വിട്ടുകളയരുത്. ഒരുപക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന നിനക്കെതിരായിട്ട് മറ്റുള്ള ആളുകൾ നിന്നെ വിഴുങ്ങുവാൻ എന്ത് കാണിക്കും? അവർ ധിക്കാരം കാട്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ഇനി 4-ാം വാക്യം വായിച്ചു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. എന്റെ പ്രാണൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? സിംഹങ്ങളുടെ ഇടയിൽ. ഏതവസരത്തിലും ആ സിംഹം എന്ത് ചെയ്യാം? ഇവന്റെ നേരെ ചാടി വീഴാം. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ഭക്തന്റെ നേരെ ചാടി വീഴുവാൻ സിംഹം പോലെ ആളുകൾ നിൽക്കുക, ഇങ്ങനെ നോക്കി നിൽക്കുക. സ്തോത്രം. ഞാൻ പറയാ, ദൈവജനത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പോരാട്ടമുള്ളത്. നമ്മൾ ഭക്തിയോടും വിശ്വാസത്തോടും ദൈവമുഖത്തേക്ക് മാത്രം നോക്കി മുമ്പോട്ട് പോകുമ്പോൾ, സ്തോത്രം, എല്ലാവരുടെയും നോട്ടം ആടെ മേലാണെന്നറിയാമോ? നമ്മുടെ മേല. ഏതിൽ കൊടുക്കാം, ഏതിലൊന്ന് ചാടി വീഴാം, ഏതിലൊന്ന് തകർക്കാം. സ്തോത്രം. നിരാശപ്പെട്ടു പോകരുത് ദൈവമക്കളെ. നമ്മുടെ ആശ്രയം ദൈവത്തിൽ പൂർണ്ണമായിട്ടായിരിക്കും. എവിടെ ഇരിക്കുന്നു? സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു. അടുത്തത്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. എവിടാ കിടക്കുന്നത്? അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ. ജ്വലിച്ച് നിൽക്കുക. പ്രാർത്ഥിക്കുന്നതിനെതിരായിട്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഭക്തനെതിരായിട്ട് മറ്റുള്ള ആളിപ്പോ എന്ത് ചെയ്യുക? ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളോടെ ഉള്ളല്ലോ ഇത്രയും ജ്വലനം, അല്ലേ? ജോലി സ്ഥലത്താണെങ്കിലും, അയൽവാസികളാണെങ്കിലും, മറ്റുള്ളവരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നതിന് നേരെ ആളുകൾ എങ്ങനെ നിൽക്കും? ജ്വലിച്ചുകൊണ്ട് നിൽക്കുക. സ്തോത്രം. നമ്മൾ ശാന്തമായി നിൽക്കുന്നതോറും മറ്റുള്ളവർ എങ്ങനെ നിൽക്കും?
സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ്. സ്തോത്രം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത്? നിനക്കെതിരായിട്ട് ജ്വലിച്ചു നിൽക്കുന്നത്. ഈ ലോകത്തിന് അനുഭവപ്പെട്ടു പോയിരുന്നെങ്കിൽ, അവരുടെ സ്വഭാവം നിനക്കായിരുന്നെങ്കിൽ, അതുപോലെ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാനില്ലായിരുന്നു? ലോകം നമ്മെ നിന്ദിക്കത്തില്ല, പകയ്ക്കത്തില്ല, ആക്ഷേപിക്കത്തില്ല. നാം ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നമ്മെ പകയ്ക്കുന്നത്, ലോകം നമ്മെ ദുഷിക്കുന്നത്, ലോകം എന്ത് ചെയ്യുന്നത്? നമ്മെ കീഴ്പ്പെടുത്തുവാൻ വരുന്നത്. ദൈവമക്കളെ ആശ്രയം വിട്ടുകളയരുത്. ദാവീദ് പറഞ്ഞതുപോലെ പറയാൻ കഴിയണം, യഹോവയിൽ ആശ്രയിക്കുന്നതിനെ കുലുക്കുവാൻ ഒരു ശക്തിക്കും കഴിയയില്ല. അഗ്നി ജ്വലിക്കുന്നവർ നടുവിൽ കിടക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എനിക്ക് മാത്രമേ ഉള്ളല്ലോ, പ്രാർത്ഥിക്കുന്ന എനിക്കേ ഉള്ളല്ലോ, ഉപവസിക്കുന്ന എനിക്കേ ഉള്ളല്ലോ, ദൈവത്തെ സേവിക്കാൻ അറിയത്തിന് എനിക്കേ ഉള്ളല്ലോ. ഇത്രയും വലിയ പ്രയാസം, ഇത്രയും വലിയ പോരാട്ടം, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുള്ള പ്രതികൂലം. ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സമയമുണ്ട്. നീ കാത്തിരുന്നാൽ മതി, നീ ആകാംക്ഷയോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി, നീ ദൈവമുഖത്തേക്ക് നോക്കിയാൽ മതി. ദൈവത്തിന്റെ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ വരും. മറ്റുള്ള ആളുകൾ എങ്ങനെ നിൽക്കുന്നു? അഗ്നി ജ്വലിക്കുന്ന അനുഭവത്തിൽ നിൽക്കുക. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ കുലുക്കുവാൻ, സ്തോത്രം, വിശ്വാസം വീഴിച്ചു കളയുവാൻ, അവനെ തകർക്കുവാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ഉന്നം കാത്ത് നടക്കുക. അടുത്ത വാക്യം വായിച്ച്. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളായി. അവരുടെ പല്ലുകൾ എങ്ങനെ ഇരിക്കുന്നത്? കുന്തവസ്ത്രം. വാ വിളിച്ചാൽ കുന്തം പോലെ നെഞ്ചത്ത് എന്ത് ചെയ്യുക? അത് തറക്കി ചെല്ലു. വാ വിളിച്ചാൽ എന്തായിരിക്കും? സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേ ഉള്ളു ഇങ്ങനെയൊക്കെയുള്ള പോരാട്ടം. സ്തോത്രം. വാ വിളിച്ച് അവിടെ പല്ലുകൾ എങ്ങനെയാ? കുന്തങ്ങളും അസ്ത്രങ്ങളായിട്ട് നെഞ്ചത്ത് തറയ്ക്കുന്ന വാക്കുകളെ പറയത്തുള്ളൂ. എന്തിനാണെന്നറിയാം ഇതെല്ലാം തൊടുത്തു വിടുന്നത്? ദൈവത്തോടെ ആശ്രയം വിട്ടുകളയണം, പ്രാർത്ഥന വിട്ടുകളയണം, കൂട്ടായ്മ വിട്ടുകളയണം. നിന്നെ കുലുക്കുവാൻ, നിന്നെ വീഴിക്കുവാൻ, നിന്നെ തകർക്കുവാൻ വേണ്ടിയാണ് ശത്രു എന്ത് ചെയ്യുന്നത്? അവിടെ വായെ ഉപയോഗിക്കുന്നത്, അവരുടെ പല്ലുകളെ കുന്തങ്ങളായിട്ട് ഉപയോഗിക്കുക, അവരെ അസ്ത്രങ്ങളെ വാകളെ അസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുക. അടുത്തത് നാവ്. മൂർച്ചയുള്ള വാളും. നാവ് എങ്ങനെയാ ഇരിക്കുന്നത്? മൂർച്ചയുള്ള വാള്. സ്തോത്രം. അല്ലെ? ചില മുമ്പ് നിൽക്കുമ്പോ നമ്മൾ പറയും, ദൈവം വാ തുറക്കാതിരുന്നെങ്കിൽ. തുറന്നാൽ എന്ത് ചെയ്യും? അത് വാള. എവിടെയെങ്കിലും ഒക്കെ വെട്ടിയിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. എവിടെയെങ്കിലും ഒക്കെ വെട്ടിയിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. മറ്റുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുന്ന ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന അനുഭവം നോക്കി. സ്തോത്രം. അവന്റെ പല്ലുകൾ, കുന്തങ്ങൾ, വസ്ത്രങ്ങൾ, നാവ് മൂർച്ചയുള്ള വാട് പോലെ ഉപയോഗിക്കുക. നിങ്ങളുടെ അസ്ത്രങ്ങൾ തൊടുത്തു വിടുമ്പോൾ ദൈവമക്കളെ ദൈവാശ്രയം വിട്ടുപോകരുത്. മുറുകെ പിടിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ഉറയ്ക്കണം. എന്റെ ദൈവം ആരാ? എന്റെ ദൈവം വലിയവരായ ദൈവമാ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുലുക്കുവാൻ, എന്നെ വീഴിക്കുവാൻ ശത്രു പല തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. എത്ര പേർക്ക് അനുഭവമുണ്ട്? ദൈവത്തെ സേവിക്കാൻ അറിയുടെ എത്ര പേർക്ക് അനുഭവമുണ്ട്? അനുഭവത്തിൽ എത്ര പേര് കടന്നുപോയിട്ടുണ്ട്? എത്രയോ പേരുടെ പല്ലുകൾ കുന്തങ്ങളായിട്ട് വാള്, സ്തോത്രം, നാവ് മൂർച്ചയുള്ള വാള് പോലെ നമുക്കെതിരായി തൊടുത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ ഇന്ന് നിൽക്കുവാൻ കഴിഞ്ഞത് ദൈവത്തോടെ ആശ്രയമുള്ളത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട്, ദൈവത്തെ പിടിച്ചത് കൊണ്ട്, പ്രാർത്ഥിച്ചത് കൊണ്ട്. ഈ പ്രാർത്ഥനാനുഭവം ഇല്ലായിരുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഞാൻ എന്റെ കുടുംബം പട്ടുപോയേനെ. എന്നാൽ ഈ ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കിന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് 5-ാം വാക്യം വായിച്ച്. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. 6-ാം വാക്യം. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എന്ത് വിരിച്ചു? ഒരു വല വിരിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ കുടുക്കുവാൻ, ഒരു പക്ഷിയെ വലയിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നത് പോലെ എന്ത് ചെയ്യുക? വല വിരിക്കുന്നവരുണ്ട്. നമുക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നവരുണ്ട്? വല വിരിക്കുന്നുണ്ട്. മറ്റാരുടെ നേരെ വല വിരിച്ചില്ലെങ്കിലും പെന്തിക്കോസുകാരുടെ നേരെ, പ്രാർത്ഥിക്കുന്നവന് നേരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്റെ നേരെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? വല വിരിക്കും. ഏതിൽ കുരുക്കാം, ഏതിൽ കൊടുക്കാം. ഭവനത്തിലാകട്ടെ, ബന്ധുക്കളുടെ നടുവിലാകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാകട്ടെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മേഖലയിലാകട്ടെ, എങ്ങനെയെങ്കിലും വലയിൽ കൊടുക്കുവാൻ വേണ്ടി ശത്രു വല വിരിക്കുന്ന അനുഭവമുണ്ട്. അവർ എന്ത് ചെയ്തു? അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. അടുത്തത്, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. പറയാ, എന്റെ മനസ്സ് എന്ത് ചെയ്തു? ഇത്രയൊക്കെ ആയപ്പോൾ
അവന്റെ മനസ്സ് എന്ത് ചെയ്തു? സ്തോത്രം. നമുക്കറിയാം, കുറച്ചു മുമ്പേ പറഞ്ഞു യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല, മൃഗത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ കുറച്ചു കഴിഞ്ഞ് പ്രതികൂലവും പ്രശ്നമൊക്കെ വന്നപ്പോൾ അവൻ പറയാം എന്റെ മനസ്സ് ഇപ്പോൾ എന്ത് ചെയ്തു? ഇടിഞ്ഞു, മനസ്സ് കുലുങ്ങിപ്പോയി. സ്തോത്രം. ഞാൻ പറയാ, മാനുഷികമായ നിലയില് മനസ്സിടിയുന്ന അനുഭവമുണ്ട്, മനസ്സ് തകരുന്ന അനുഭവമുണ്ട്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമുക്കെതിരായി വല വിരിക്കുമ്പോൾ, വാളുകൾ സ്തോത്രം കുന്തമായിട്ട്, പല്ലുകൾ കുന്തമായിട്ട് അസ്ത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ, പല്ലുകൾ കുന്തങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ, നമുക്കെതിരായി വല വിരിക്കുമ്പോൾ, മാനുഷികമായ നിലയില് മനസ്സിടിയുന്ന അനുഭവങ്ങളുണ്ട്, മനസ്സ് തളരുന്ന അനുഭവമുണ്ട്. മനോവസന ഹേതുവായിട്ട് മനുഷ്യന്റെ മനസ്സ് ഇടിയുന്ന സന്ദർഭമുണ്ട്. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മനസ്സിടിയുന്ന സന്ദർഭങ്ങളിലോ നിനക്ക് മുറുകെ പിടിക്കാൻ ഒരു വ്യക്തിയുണ്ട്, സർവശക്തനായ ദൈവം. വല വിരിക്കട്ടെ, കുഴി കുഴിക്കട്ടെ, അവർ പല്ല കുന്തമായി ആഴമായി ഉപയോഗിക്കട്ടെ, കൊടുത്തു വിടട്ടെ. ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിന്നെ കണ്ടുകൊണ്ട് തന്നെ ദൈവപ്രവർത്തിയെ നിനക്ക് കാണുവാൻ എന്റെ മനസ്സ് എന്ത് ചെയ്തു? എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അടുത്തത്, അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു. അവർ എന്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഒരു കുഴി കുഴിച്ചു. സ്തോത്രം. എന്റെ മുമ്പിൽ എന്ത് ചെയ്തു? വല വിരിച്ചു, കുഴി കുഴിച്ചു. നോക്കിയ അധ്യായത്തിൽ തന്നെ ദാവീദിനെതിരായി വന്ന പോരാട്ടം ഒന്നും രണ്ടു വന്നു. എന്തെല്ലാം പ്രതികൂലങ്ങളാ. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞവന്റെ നേരെ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നു, ഏതെല്ലാം പോരാട്ടങ്ങൾ കടന്നു വന്നു. മറ്റുള്ള ആളുകൾ അവനെതിരായിട്ട് എഴുന്നേൽക്കുവാൻ കൊണ്ടുപിടിയായി തീർന്നു. അവനെതിരായിട്ട് ആളുകൾ എന്ത് ചെയ്തു? വല വിരിച്ചു. അവനെതിരായിട്ട് ആളുകൾ കുഴി കുഴിച്ചു. എങ്ങനെയെങ്കിലും ആ കുഴിയിൽ എന്ത് ചെയ്യണം? അവരെ വീഴ്ത്തി കളയണം. അടുത്തത്, അതിൽ അവർ തന്നെ വീണു. കുഴിച്ച കുഴിയിൽ എന്ത് ചെയ്തു? അവർ തന്നെ വീണു. അടുത്തത്, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദാവീദ് എന്താ പറയുന്നത്? എന്റെ മനസ്സ്, അല്പസമയത്തിന് മുമ്പേ പറഞ്ഞ എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. എന്നാൽ കുഴിച്ച കുഴിയിൽ, സ്തോത്രം, ആരാണോ കുഴി കുടിച്ചത് ആ കുഴിച്ച കുഴിയിൽ അവൻ വീണ് കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മനസ്സ് ഇടിഞ്ഞവരായിട്ട് ആരെങ്കിലും കൂട്ടായ്മയെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനു വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ നാളേക്ക് വേണ്ടി ചില അത്ഭുത പ്രവൃത്തി ചെയ്യുന്ന ദൈവമാണ്. നിന്റെ മനസ്സിനെ ഉറപ്പിക്കുന്ന ദൈവമാണ്. കരയുന്ന ഹൃദയവുമായി, കരയുന്ന കണ്ണുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. നീ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ആരാധിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് ഇടിഞ്ഞവനായി, ഇന്ന് വരക്കാലോ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ആരാണോ നിനക്കെതിരായി വല വിരിച്ചത്, ആരാണോ നിനക്കെതിരായി കുഴി കുഴിച്ചത്, നിന്റെ മനസ്സ് ഉറയ്ക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഭക്തന്റെ മനസ്സ് ഇടിഞ്ഞു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. നീ വിളിക്കുന്ന ദൈവം ഒരു ചെറിയ ദൈവമല്ല. പ്രാർത്ഥിക്കുന്ന ദൈവം ഒരു ചെറിയ ദൈവമല്ല. അവൻ വലിയവനായ ദൈവമാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ ആശ്രയിക്കുന്ന ദൈവത്തിന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ദൈവമാണ്. ദൈവമേ, എന്റെ മനസ്സ് എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നു. മനസ്സിനെ ദൈവം ഉറപ്പിക്കുന്ന ദൈവം. പ്രാർത്ഥനയിൽ ചില മനസ്സിനെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ദിവസം കേൾക്കുന്ന ദൂത് ചില മനസ്സിനെ ഉറപ്പിക്കുന്ന ദൂതുകളാണ്, ചില ചൈതന്യപ്പെടുത്തുന്ന ദൂതുകളാണ്. ഇതുപോലെ ഇതിനേക്കാൾ മനസ്സിനെ ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ ചില അത്ഭുത പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. അവൻ എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ നോക്കി നിൽക്കുന്ന കണ്ണുകളുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തോ. വിശ്വാസത്തോടെ സ്വന്തം ദൈവങ്ങളെ അവൻ കുടിച്ച കുഴിയിൽ എന്ത് ചെയ്തു? അവൻ തന്നെ വീണു. അടുത്ത വാക്യത്തിൽ, ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എന്റെ മനസ്സ് എന്ത് ചെയ്തു? ഉറച്ചിരിക്കുന്നു. നോക്കിയപ്പോ ദാവീദിന് എന്തൊരു ധൈര്യമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്, ദൈവത്തെ മുറുകെ പിടിച്ചത്, ദൈവത്തിന് വേണ്ടി നിന്നത് ഒരിക്കലും വൃഥാവായി തീരുന്നില്ല. കുലുക്കത്തക്ക നിലയിൽ
വീഴത്തക്ക നിലയിൽ, തകർത്തക്ക നിലയില്, നശിച്ചു പോകത്തക്ക നിലയില് ശത്രു എന്തെല്ലാം പദ്ധതികളാ തയ്യാറാക്കിയത്. ഇല്ല, ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചത് കൊണ്ട് എന്റെ ദൈവം എന്നെ ലജ്ജിപ്പിച്ചില്ല. ദൈവമക്കളെ, ദൈവം നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. നോക്കിയാൽ പ്രകാശിതനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോലുമില്ല. ദൈവം നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അവര് പറയാണ്, എന്റെ മനസ്സ് എന്ത് ചെയ്തു? ഉറച്ചിരിക്കുന്നു. എത്രയുടെ മനസ്സ് ഉറപ്പുണ്ട്? എത്രയുടെ മനസ്സ് ഉറച്ചിരിക്കുക? പറയാൻ കഴിയുമോ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നെന്ന്? നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ അത്ഭുതം പ്രവർത്തി ദൈവം ചെയ്യും. മനസ്സിരിഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം വിടുതൽ കൊടുത്തു. കുഴിച്ച കുടി ശത്രു വീണു. അവനെ വിരിച്ച വലയിൽ അവന്റെ കാൽ തന്നെ അകപ്പെട്ടു. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. മനസ്സുറച്ച ദാവീദ് അടുത്ത എന്താ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യും? എല്ലാവർക്കും പാടാൻ ഒക്കത്തില്ല. ആർക്കെ പാടാൻ ഒക്കത്തുള്ളൂ? എല്ലാത്തരം പാട്ട് കേട്ടാ അറിയാം. സ്തോത്രം. മനസ്സ് ഉറച്ചവരുടെ പാട്ടിന് എന്തൊരു ശക്തിയാണെന്നറിയാമോ? സ്തോത്രം. പാട്ട് കേട്ടാൽ അടുത്തിരിക്കുന്നവർക്ക് പാടാൻ തോന്നും. ചില പാട്ട് കേട്ടാൽ അടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോ. പാടും. സ്തോത്രം. എന്റെ മനസ്സ് ഉറച്ചിട്ടുണ്ടോ? നീ ഒരു അന്യഭാഷ പറഞ്ഞാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഒരു സ്തോത്രം പറഞ്ഞാൽ, പ്രൈസലോ, അടുത്തിരിക്കുന്നവർക്ക് ഒരു ആത്മീയ ചൈതന്യം. ദാവീദ് പറയുക, എന്റെ മനസ്സ് എന്ത് ചെയ്തു? ഉറച്ചിരിക്കുന്നു. പ്രൈസലോ. എന്റെ മനസ്സ് ഉറച്ചോ? നമ്മുടെ മനസ്സ് ഉറച്ചോ? സ്തോത്രം പറയാമോ? മനസ്സ് ഉറച്ചവരുടെ സ്തോത്രത്തിന് എന്തൊരു ശക്തിയാണെന്നറിയാമോ? പ്രൈസലോ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ മനോഹരിക്കുന്നത് ഞാൻ പാടും. എനിക്ക് പാടാതിരിക്കാൻ കഴിയത്തില്ല. ദൈവം എന്റെ മനസ്സിനെ ഉറപ്പിച്ചു. പ്രൈസലോ. ഒരിക്കലും എന്റെ മനസ്സ് ഇടിഞ്ഞിരുന്നു. പ്രതികൂലം വന്നപ്പോൾ, പോരാട്ടങ്ങൾ വന്നപ്പോൾ, ശത്രു കുഴിപിടിച്ചപ്പോൾ, ശത്രു വലവിരിച്ചപ്പോൾ, എന്റെ മനസ്സ് ഇടിഞ്ഞപ്പോൾ, പ്രൈസലോ, ഞാൻ ദൈവത്തിലെ ആശ്രയം വിട്ട് കളയാത്തത് കൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു. പ്രൈസലോ. വൻകാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാടും. ഞാൻ പാടും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാടും. ഞാൻ കീർത്തനം ചെയ്യും. എനിക്ക് പാടാതിരിക്കാൻ ഒക്കത്തില്ല. എനിക്ക് കീർത്തനം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ദൈവന്റെ മനസ്സിനെ ഉറപ്പിച്ചതാണ്. ദൈവമക്കളെ, പാട്, പ്രാർത്ഥന, സ്വന്തം പറ. നിർബന്ധിക്കേണ്ട കാര്യമില്ല. മനസ്സുറച്ചവർ തന്നെ പാടിക്കും, തന്നെ സ്തോത്രം ചെയ്യും. പക്ഷെ ഒരു വാക്ക് പറയും, പറയിപ്പിച്ച് സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം, അത് പറയിപ്പിച്ച് സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിന്റെ പകുതി പ്രതിഫലം പാസ്റ്റർക്കും, പറയിപ്പിക്കുന്ന പാസ്റ്റർക്കും, പറയുന്ന ആൾക്ക് പകുതി. സ്തോത്രം. ഒരു സ്തോത്രത്തിന്റെ മുഴുവൻ പ്രതിഫലം കിട്ടണമെങ്കിൽ പറയാതെ സ്തോത്രം പറഞ്ഞു. ശ്വാസം ഒരു സ്തോത്രം പറ എന്ന് പറഞ്ഞാൽ ഞാനാ പറഞ്ഞേ. സ്തോത്രം ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ എനിക്ക് ആ പകുതി പ്രതിഫലം, എനിക്ക് എത്ര കിട്ടത്തുള്ളൂ? ഒരു സ്തോത്രത്തിന്റെ മുഴുവൻ പ്രതിഫലം കിട്ടണമെങ്കിൽ പറയാതെ എന്റെ മനസ്സ് എന്ത് ചെയ്തിരിക്കുന്നു? ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും. ഞാൻ എന്ത് ചെയ്യും? കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക. അടുത്ത വാക്യത്തിൽ വീണയും ഉണരുവീ. നോക്കിയ വീണയും കിണ്ണനും എല്ലാം എന്ത് ചെയ്യുക? സ്തോത്രം. ഒരിക്കൽ പാപയുടെ നേരത്ത് ഇസ്രായേൽ മക്കൾ പ്രവാസിലായിരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, സിയോൻ ഗീതങ്ങൾ ഒന്ന് പാടാൻ പറഞ്ഞു. അവര് പറയാ, ഘോടഗീത അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അവിടെ കിന്നരങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് അലർവൃക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുക. സന്തോഷം അവർക്കില്ല, അവർക്ക് സ്വസ്ഥയില്ല. അവരുടെ കിന്നരമെല്ലാം അലർവൃക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുക. അവർക്ക് പാടുവാനോ സന്തോഷിക്കുവാനോ കഴിയുന്നില്ല. അവര് പ്രവാസിൽ കഴിയുന്നവരാ. ദൈവമക്കളെ, ഈ ദിവസങ്ങളില് നമ്മുടെ കിന്നരത്തെ എല്ലാം ഉണർത്തണം. 13ാമത്തെ ദിവസമാണല്ലോ. വീട് കിന്നരമായുള്ളവരെ ഉണരുവീ. അടുത്ത വാക്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അധികാലത്തെ ഉണരും. എപ്പോഴുണരും? അധികാലത്ത്. മനസ്സിടിഞ്ഞവർക്ക് അധികാലത്ത് എഴുന്നേക്കാനായിട്ട് സാധിക്കത്തില്ല. പലമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാട്ടുപാടും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സുഖമായിട്ട് സ്തോത്രം. മനസ്സിടിഞ്ഞിരിക്കുന്നവരെ എത്ര തട്ടി വിളിച്ചാലും എന്ത് ചെയ്യത്തില്ല? എഴുന്നേക്കത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? മനസ്സിടിഞ്ഞിരിക്കുക. സ്തോത്രം. മനസ്സുറച്ചിരിക്കുന്നവരാണെങ്കിൽ പറയണ്ട, അധികാലത്ത് എഴുന്നേറ്റ് സ്തോത്രഗീതം പാടും. അധികാലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരെ ഉണരുക. വീടേ കിന്നരമായുള്ളവരെ ഉണരുവീ. ഞാൻ അധികാലത്തെ ഉണർന്ന് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തൻ കുലുങ്ങിപ്പോയോ? ദാവീദ് ധൈര്യത്തോടെ പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ,
20-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ചിലരുടെ ആശ്രയം ആരില്ല? രഥങ്ങളില്ല. ചിലരുടെ ആശ്രയം കുതിരകളില്ല. എന്തിനെ കാണിക്കുന്നു? പ്രതാപത്തെ കാണിക്കുന്നു, ഉന്നതത്തെ കാണിക്കുന്നു, ശക്തിയെ കാണിക്കുന്നു. സ്തോത്രം. രമ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. ബലവാൻ തന്റെ ബലത്തിൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. നമുക്കറിയാം, ഞങ്ങള് ഈ തിരുവനന്തപുരം പേരുക്കട താമസിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഉളമ്പാറ ഞങ്ങൾ പോകുമ്പോൾ എത്രയോ ബുദ്ധിയുള്ള ആളുകൾ അവിടെ കിടക്കുന്നറിയാം. എത്രയോ വിദ്യാസമ്പന്നർ. ബുദ്ധി കൂടിയാൽ കുഴപ്പം, ബുദ്ധി കുറഞ്ഞാൽ ദൈവമക്കളെ നമുക്ക് നല്ല ബുദ്ധി ദൈവം നിർത്തിയിരുന്നു. ഞാൻ എന്ത് ചെയ്യരുത്? ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ദൈവം നമുക്ക് അല്പം ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം ദൈവത്തിന് മഹത്വം കൊടുക്കണം. ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ബലവാന്തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലവാന്തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. സൗന്ദര്യമുള്ള സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്. ഇതെല്ലാം നൽകി തന്ന ദൈവത്തിൽ പ്രശംസിക്കുക. പറഞ്ഞിരിക്കുന്നത് എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ജനങ്ങളിൽ ആശ്രയിക്കരുത്, കുതിരകളിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കും. നമുക്ക് നേരത്തെ പ്രശംസിപ്പാനൊന്നുമില്ല. സ്തോത്രം ഉണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് എടുത്തു കളയാൻ ഒരൊറ്റ സെക്കൻഡ് മതി. നമുക്കൊരു ഒറ്റ പുഴു മതി. ജോലയുടെ ആവണക്ക് നിമിത്തം സന്തോഷിച്ചു. ആവണക്ക് നിമിത്തം നോക്കി ഒരു പുഴുവിനെ അയച്ചതേ ഉള്ളൂ. എന്ത് ചെയ്തു? ഇല്ലാതായിട്ടുണ്ട്. ദൈവത്തിനൊരു പുഴു മതി. നമ്മൾ ഏത് വിഷയത്തിലാണ് പ്രശംസിക്കുന്നത്? നീക്കളെ ഒരു പുഴു മതി. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളുടെ ആശ്രയം മൊത്തം ദൈവത്തിലായിരിക്കും. ജനങ്ങളിൽ ആശ്രയിച്ചു, കുതിരകളിൽ ആശ്രയിച്ച് എന്ത് ചെയ്തു? അവർ കുനിഞ്ഞ് വീണുപോയി. അടുത്ത വാക്യത്തിൽ എന്നാൽ ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. പ്രൈസലോ. എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ കാരണം എന്താ? ഞങ്ങളുടെ ആശ്രയം ദൈവത്തിലാ. പ്രൈസലോ. രഥങ്ങളിലല്ല, കുതിരകളിലല്ല. ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ്. എത്രവർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയോ? പ്രൈസലോ. ജനങ്ങൾ ആശ്രയിച്ചവർ, കുതിരകൾ ആശ്രയിച്ചവർ കുനിഞ്ഞ് വീണുപോയപ്പോൾ ഇന്നും ദൈവസേന കടന്നു വന്ന് സന്തോഷത്തോടെ പാടി ആരാധിക്കാൻ കഴിയുന്നത് എന്റെ ആശ്രയം ദൈവത്തിലാണ്. ദൈവത്തോടെ പറയാൻ കഴിയോ? ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു. 118 സംഘത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ദൈവമക്കളെ ആശ്രയം ആരിലായിരിക്കണം? മനുഷ്യരിലായിരിക്കരുത്, പ്രഭുക്കന്മാരിൽ ആയിരിക്കരുത്, രഥങ്ങളിൽ ആയിരിക്കരുത്, കുതിരകളിൽ ആയിരിക്കരുത്. നമ്മുടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഒരു വാക്യം ഓർപ്പിക്കുക. ഇരമ്യാപ്രവചനത്തിനടുത്താണ് 17-ാം അധ്യായത്തിൽ മനുഷ്യരിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന പ്രത്യേകതകൾ ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇരമ്യാപ്രവചനം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ആരാണ്? മനുഷ്യരിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യന്റെ അവസ്ഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ആരാന്നറിയാമോ? അവൻ ശപിക്കപ്പെട്ടവനാ. മനുഷ്യരിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവനെ ശപിക്കപ്പെട്ടവനാ. അടുത്തത് അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകുന്നു. ദൈവം അവൻ എവിടെ നട്ടിരിക്കുന്നത്? മരുഭൂമിയില. മരുഭൂമിയിലെ ഏതുപോലെ? ചൂരച്ചെടി പോലെയാകുന്നു. നോക്കിയേ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെ ദൈവം നിർത്തിയിരിക്കുന്ന മരുഭൂമിയിലാണ്. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടിയാണ്. അടുത്തത്
നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത നിലങ്ങളിലും അവര് പാർക്കും. മരുഭൂമിയില് നിവാസികളില്ലാത്ത നിലങ്ങളിലാണ് ദൈവം അവരെ പാർപ്പിച്ചിരിക്കുന്നത്. ആരെ പാർപ്പിച്ചിരിക്കുന്നത്? മനുഷ്യരിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരെ ദൈവം നിർത്തിയിരിക്കുന്ന മരുഭൂമിയിലാണ്. നിവാസികളില്ലാത്ത നിലങ്ങളിലാണ്. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. അടുത്ത വാക്യം വായിച്ചേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? യഹോവയിൽ ആശ്രയിക്കണം. അടുത്തത് തന്നെ ആശ്രയം. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്ന യഹോവ തന്നെയാണ് ആശ്രയം. അത് യഹോവയും മനുഷ്യനുമാണോ? യഹോവയും പ്രഭുവാണോ? യഹോവയും രഥവുമാണോ? യഹോവയും കുതിരയുമാണോ? സ്തോത്രം. നമ്മുടെയൊക്കെ ആശ്രയം ഇതില. യഹോവയും വൈദ്യനും അല്ലേ? യഹോവയും മരുന്നും, യഹോവയും പ്രഭുക്കന്മാരും, ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുമോ? യഹോവയാണ് എന്റെ ആശ്രയം, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൽ തന്നെയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത്. ദൈവം എവിടെ നട്ടിരിക്കുന്നത്? വെള്ളത്തിനരികെ. മനുഷ്യൻ ആശ്രയിക്കുന്ന എവിടെ നട്ടിരിക്കുന്നത്? മരുഭൂമിയിൽ. നോക്കിയേ, രണ്ട് വൃക്ഷത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദൈവം നട്ടിരിക്കുന്നത് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിന് നട്ടിരിക്കുന്നത് മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷങ്ങളാകുന്നു. അടുത്തത്, അത് പേടിക്കുകയില്ല. എത്ര ഉഷ്ണക്കാറ്റടിച്ചാലും ഈ വൃക്ഷത്തിന് എന്തില്ല? മരുഭൂമി നിൽക്കുന്നതിനോ? ദൈവമേ, ഉഷ്ണക്കാറ്റ് വരല്ലേ, അല്ലേ? പ്രതികൂലം വരല്ലേ, പ്രശ്നം വരല്ലേ, കഷ്ടത വരല്ലേ, രോഗം വരല്ലേ, ഇതെല്ലാം വന്നാൽ എന്ത് ചെയ്യത്? അത് താഴ്ന്നു, അത് ഉണങ്ങിപ്പോ, അത് കരിഞ്ഞു പോകും. കാരണം നിൽക്കുന്ന എവിടാ? നിൽക്കുന്ന മരുഭൂമിയിൽ. ഇതൊക്കെ ഉഷ്ണക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ വാടി കരിഞ്ഞ് ഇല്ലാതായി തീരും. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ദൈവം നിർത്തിയിരിക്കുന്നത് വെള്ളത്തിനരിയിലേക്കാണ്. ആറ്റരിയെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുന്നു. അടുത്തത്, ഉഷ്ണം തട്ടുമ്പോൾ അതിനെന്തില്ല? എത്ര ഉഷ്ണക്കാറ്റ് അടിച്ചാലോ ഈ വൃക്ഷത്തിന് പേടിയില്ല. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയോ? എന്റെ ആശ്രയം ദൈവത്തിലായതുകൊണ്ട് ഞാൻ പേടിക്കുന്നില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഉഷ്ണക്കാറ്റ് അടിക്കട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, പോരാട്ടങ്ങൾ വരട്ടെ, എന്റെ ആശ്രയം മനുഷ്യരല്ല, എന്റെ ആശ്രയം രഥമല്ല, എന്റെ ആശ്രയം കുതിരയല്ല, എന്റെ ആശ്രയം പ്രഭുവല്ല. ദൈവത്തിലായിരിക്കുന്നതോട് ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. അതിന്റെ ഇല എപ്പോഴും എങ്ങനെയിരിക്കും? പച്ചയായിരിക്കും. അടുത്തത്, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ എപ്പോഴും എന്ത് കായ്ച്ചുകൊണ്ടിരിക്കും? ഈ വൃക്ഷത്തിൽ എന്ത് തട്ടത്തില്ല? വാട്ടം തട്ടത്തില്ല. സ്തോത്രം. വൃക്ഷത്തിൽ എന്ത് തട്ടത്തില്ല? വാട്ടം. മാസപ്രാർത്ഥന ആയതുകൊണ്ട് നമുക്ക് വാട്ടം തട്ടത്തില്ല. ഇത് കഴിയുമ്പോഴോ, ഇത് തീരുമ്പോഴോ? സ്തോത്രം. ചില ഞായറാഴ്ച വന്ന ചില ആളുകൾ എങ്ങനെ ഇരിക്കും? വാടിയിരിക്കും. എന്താ വാടിയിരിക്കുന്നത്? സ്തോത്രം. സാക്ഷി പറയാൻ സമയം കൊടുത്തവരെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ പരിശോധന, നഷ്ടമായി, രോഗമായി. എന്താ? ചെറിയ ഉഷ്ണക്കാറ്റ് അടിച്ചാൽ എന്ത് ചെയ്തു? വാടി. സ്തോത്രം. ഇല്ല, ദൈവമക്കളെ, ദൈവം നമ്മെ നട്ടിരിക്കുന്നത് സ്തോത്രം വെള്ളത്തിനരിയ നട്ടിരിക്കുന്നത്, ആറ്റരിയ നട്ടിരിക്കുന്നത്. എത്ര ഉഷ്ണക്കാറ്റ് അടിച്ചാലും, എത്ര പ്രതികൂലം വന്നാലും, എന്തെല്ലാം പോരാട്ടം വന്നാലും ഈ വൃക്ഷത്തെ വാട്ടിക്കളവാൻ കഴിയുകയില്ല. അതിന്റെ ഇല എന്ത് ചെയ്യുകയില്ല? വാടിപ്പോകുകയില്ല, എപ്പോഴും പച്ചയായിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്നെ വാട്ടിക്കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് വാടിപ്പോകുകയില്ല. അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും, എപ്പോഴും പച്ചയായിരിക്കും. മാത്രമല്ല, എന്ത് കാഴ്ചകൊണ്ടിരിക്കും? വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ സീസൺ സമയത്ത് എന്ത് ചെയ്യുന്നവരാ? ഫലം കായ്ക്കുന്നത്. 21 മാസം ഉണ്ടെങ്കിൽ നല്ല ഫലമായിരിക്കും.
ഇനി പിന്നെ അടുത്ത ഫലം കായ്ക്കണമെങ്കിൽ അടുത്ത 21 അടുത്ത ഡിസംബർ വരെ നമ്മൾ കാത്തിരിക്കണം. ഇല്ല, എല്ലാ ദിവസവും ദൈവമക്കൾ ഫലം കായ്ക്കും. ഫലമുള്ള വൃക്ഷമായി നിൽപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എപ്പോഴും എന്ത് കാഴ്ചകൊണ്ടിരിക്കും? ഫലം കാഴ്ചകൊണ്ടിരിക്കും. കാരണം അതിന്റെ നിൽപ്പ് ആറിന്റെ അരികിലാണ്. അതിന്റെ പേര് വെള്ളത്തിലേക്ക് ഊതിയിരിക്കുകയാണ്. ഉഷ്ണക്കാറ്റടിച്ചാലും പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും പോരാട്ടങ്ങൾ വന്നാലും എന്തെല്ലാം വന്നാലും അവരെ കുരുക്കുവാൻ കഴിയത്തില്ല, വാട്ടിക്കളയാൻ കഴിയത്തില്ല, അവരെ തകർക്കുവാൻ കഴിയില്ല, അവരെ വീഴിക്കുവാൻ കഴിയില്ല. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? എന്റെ ആശ്രയം ക്രിസ്തുവിലാണ്. നമുക്കറിയാം, ഇന്ത്യ പുരാതന രാജ്യമാണ്. എന്തുകൊണ്ടാ ഇന്ത്യ രാജ്യത്തിന് പുരോഗതിയില്ലാത്തത്? അവിടെ ആശ്രയം മുഴുവൻ 33 കോടി ദേവന്മാരില്ല. ഞാൻ ആദ്യമായിട്ട് സമാജാതി എടുക്കാൻ വേണ്ടി തിരുവല്ലായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. തമ്പാന് ബസ് ഇറങ്ങിയ ശേഷം വെടിവെച്ചാൻ കൊണ്ട് പോകുമ്പോൾ കരമനയാറിന്റെ കരയ്ക്കൊരു അമ്പലം, അതിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ പേടിച്ചു. 33 കോടി കൂടുതലുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നോക്കി, ഇതിനെല്ലാം വെച്ചങ്ങ് ആരാധിക്കുക. അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദേശം വീട്ടിൽ കയറിയാൽ ഒരു മുറി അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുക, ദേവന്മാർക്കോ ദൈവന്മാർക്കോ. നമ്മളിൽ ധാരാളം നിൽക്കുന്ന പോലെ സ്തോത്രം. എന്തെല്ലാം പോരാട്ട ശക്തികളാണ്. നോക്കി, എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? ഭാരതം അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം അവിടെ ആശ്രയം മുഴുവൻ 33 കോടി ദേവന്മാരില്ല. അമേരിക്ക ഒരു ചെറിയ രാജ്യം, ഒത്തിരി കുറ്റം പറയാനുണ്ടെങ്കിലും സ്തോത്രം, അവർ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം എന്താണെന്നറിയാമോ? അവരുടെ കറൻസിയെ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ദൈവത്തിൽ എന്ത് ചെയ്യുന്നു. നോക്കി, ദൈവത്തിൽ ആശ്രയിച്ച ഒരുവനെയും ദൈവം കൈവിടുന്ന ദൈവം. നമ്മുടെ ആശ്രയം ആരായിരിക്കണം? നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് വായിപ്പാൻ കഴിയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളും അവനെ നിലച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ കരകളെ ശക്തിയോടെ അടിച്ച് ആത്മതലത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിച്ച് യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശു വരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയ
വന്നാലും രൂപാന്തരം പ്രാപിക്കും. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരെ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഝടു ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും. ഝടു ഉയർക്കും വിശുദ്ധരെല്ലാം കാഹളനാദം കേൾക്കുമ്പോൾ, പാരിൽ പാർത്തിടും നാം അന്നാളിൽ രൂപാന്തരം പ്രാപിക്കും.